എന്തോ ഈ സ്രാവിന്റെ പേരെന്തോന്നു? അച്ചിനിയാ? വേറെ എന്തെങ്കിലും പേരുണ്ടോ? അച്ചിനി സ്രാവ് തന്നെ അല്ലേ? എത്ര കിലോ വരും തോന്നുന്നു? 400 കിലോ വരും. നമ്മുടെ ക്രിസ്റ്റഫർ ഏട്ടൻ ചൂണ്ടപ്പണിയിൽ ഒരു പേര് കേട്ട ഒരു വ്യക്തി തന്നെയാണ് ഈ വള്ളത്തിന്റെ ഉടമ ക്രിസ്റ്റഫർ എന്ന് പറയുന്ന ചേട്ടൻ. പുള്ളിക്കാരൻ പറഞ്ഞത് 400 kg വരുമെന്നാണ്. ഇവര് തന്നെയാണ് കഴിഞ്ഞ വർഷം 2 വലിയ സ്രാവ് വിഴിഞ്ഞത്ത് കൊണ്ടുവന്നത്. ഒന്ന് ചട്ടിത്തലൻ എന്ന് പറയുന്ന സ്രാവും ഒന്ന് അച്ചിനി സ്രാവുമാണ് കഴിഞ്ഞ വർഷം കൊണ്ടുവന്നത്. ഈ സ്രാവിന്റെ പേര് അച്ചിനി എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനെ വള്ളത്തിൽ നിന്ന് ഇറക്കാൻ പോവുകയാണ്. ഏകദേശം 5-6 ആളുകൾ ചേർന്നിട്ടാണ് സ്രാവിനെ ഇറക്കാൻ പോകുന്നത്. 5 ആള് വലിച്ചിട്ട് സ്രാവ് താഴോട്ട് ഇറങ്ങുന്നില്ല. 11/1/2025 ശനിയാഴ്ച വൈകുന്നേരം 3 മണിക്കുള്ള ഒരു കാഴ്ചയാണ്. വിഴിഞ്ഞത്ത് കൊണ്ടുവന്ന സ്രാവിനെ 5 ആളുകൾ ഇറക്കി. സ്രാവ് ഇറങ്ങാത്തത് കാരണം 6-7 ആളുകൾ ചേർന്നാണ് സ്രാവിനെ ഇറക്കാൻ പോകുന്നത്. അവരങ്ങനെ സ്രാവിന്റെ തല പൊക്കി നമ്മുടെ വള്ളത്തിന്റെ സൈഡ് വെച്ചിട്ട് വലിച്ച് താഴോട്ടിട്ട് കേട്ടോ. എത്ര ആളുകൾ ചേർന്നിട്ടാണ് ഈ സ്രാവിനെ വലിച്ചുകൊണ്ട് പോകുന്നതെന്ന് നമ്മുടെ കൂട്ടുകാരൊന്ന് ശ്രദ്ധിക്കുക. ഇവര് മട്ട് പണിക്ക് പോയ വള്ളക്കാരാണ്. മട്ട് വലിച്ചുകൊണ്ട് വരുന്ന സമയം ചെറിയ മീനിനെ പിടിക്കാനായിട്ട് വന്ന സ്രാവാണ്. അവസാനം ഇവര് കമ്പിയും ചുണ്ട് ഉപയോഗിച്ചാണ് ഈ സ്രാവിനെ പിടിച്ചത്. അപ്പോൾ ഇപ്പോൾ തന്നെ ഏകദേശം 8-10 ആളുകൾ ചേർന്നാണ് ഈ സ്രാവിനെ വലിച്ചുകൊണ്ട് പോകുന്നത്. നമ്മുടെ കൂട്ടുകാർക്ക് ഇനിയൊരു സംശയം വരും, ഇത്രയും വലിയ സ്രാവിനെ എങ്ങനെയാണ് ഇവർ വള്ളത്തിൽ കയറ്റിയതെന്ന്. അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത്, മീന് വെള്ളത്തിൽ കിടക്കുമ്പോഴേ വെയിറ്റ് കുറവായിരിക്കും. ഇവർ വള്ളത്തിന്റെ ഒരു സൈഡ് എല്ലാ ആളുകളും ചരിഞ്ഞു നിന്നതിന് ശേഷം സ്രാവിനെ പതുക്കെ വള്ളത്തിലോട്ട് കയറ്റും. അങ്ങനെയാണ് ഇത്രയും വലിയ മീനുകളൊക്കെ ഇവർ ഈ ചെറിയ വള്ളങ്ങളിൽ കയറ്റി കൊണ്ടുവരുന്നത്. 5 ആളുകളാണ് ഈ വള്ളത്തിൽ പണിക്ക് പോയത്. ഇവര് 20 മൈലേജ് അടുപ്പിച്ച് ഇവര് മട്ടുവെച്ച് കിടന്ന സമയമാണ് ഇതുപോലെ സ്രാവിന് ഇവർക്ക് കിട്ടിയത്. അപ്പൊ വേറൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഈ വീഡിയോയുടെ അകത്ത് ഈ സ്രാവിന്റെ വിലയും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. കാരണം ആ ലേലം വിളി എന്ന് പറഞ്ഞാൽ ഒരു മത്സര ലേലം വിളിയായിരുന്നു. അപ്പോൾ ആ മത്സര ലേലം വിളി കാണാനായിട്ട് നമ്മുടെ കൂട്ടുകാർ വെയിറ്റ് ചെയ്യണേ. അപ്പോൾ ഏതായാലും ഞാൻ നോക്കട്ടെ, ആ വീഡിയോ വന്നിട്ട് ഞാൻ ഇടാൻ തന്നെ നോക്കും കേട്ടോ. ശനിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഉണ്ടായിരുന്ന എല്ലാ ആളുകളും ഗസ്റ്റുകൾ അടക്കം വന്ന് ആ വള്ളത്തിൽ കിടന്ന സ്രാവിന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, വലിയ വലിയ മീനൊക്കെ വരുന്ന വേറെ വേറെ ഹാർബറൊക്കെ കാണും. പക്ഷെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തെ സംബന്ധിച്ച് ഇതുപോലത്തെ അപൂർവമായിട്ടുള്ള കാഴ്ചകൾ വല്ലപ്പോഴും തന്നെ നമുക്ക് കാണാൻ പറ്റും. കാരണം ഇതുപോലെ സ്രാവൊക്കെ എപ്പോഴും വരുന്നതല്ല. കഴിഞ്ഞ വർഷം നോക്കിയാൽ തന്നെ ഏകദേശം ഒരു 10 വരി സ്രാവുകൾ മാത്രമായിരിക്കും നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് ഈ വർഷം നമ്മുടെ 2025 ജനുവരി മാസം ആദ്യത്തെ ഒരു സംഭവമാണ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത്. ഇനി എത്രത്തോളം സ്രാവുകൾ വരുമോ ഇല്ലയോ ഒന്നും തന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് ആദ്യമായിട്ട് നമ്മുടെ ക്രിസ്റ്റഫർ ഏട്ടന്റെ വള്ളത്തിലാണ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഈ വർഷം കൊണ്ടുവന്നിട്ടുള്ളത്. ഇനിയും ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. ഇവര് 20 നോട്ടിക്കൽ മൈൽ അകലെയെ ഇവര് മട്ടുവെച്ച് കടന്ന സമയമാണ് ഇവർക്ക് കിട്ടിയത്. അപ്പോൾ ഇവർക്ക് ഏതായാലും ഇന്നത്തെ ദിവസം കുറച്ച് കാശൊക്കെ കൂടുതൽ കിട്ടാനായിട്ട് ചാൻസ് കൂടുതലാണ്. ഇവർക്ക് ഇതിന്റെ കൂടെ മട്ടിലുള്ള വേറെയും കുറച്ച് മീനുകളൊക്കെ ഉണ്ടായിരുന്നു. കലവായും അതുപോലെ നമ്മുടെ തമ്പാന എന്നൊക്കെ പറയുന്ന മീന്, അതുപോലെ പൂന്തി സ്രാവ്, അങ്ങനത്തെ കുറച്ച് മീനൊക്കെ വേറെ ഉണ്ടായിരുന്നു. അതിനെയാണ് അവർ ആദ്യം വിറ്റുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ സ്രാവിനെ ഇറക്കി അതിനെ ലേലത്തിൽ കൊണ്ടുപോയത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ലേലവിളിയും കാര്യങ്ങളെല്ലാം കാണാനായിട്ട് നമ്മുടെ കൂട്ടുകാർ വെയിറ്റ് ചെയ്യുക. ഓക്കെ.